നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേരിയ മുൻതൂക്കം. 13 UDF, സീറ്റില്ലാതെ BJP. സംസ്ഥാനത്ത് 28 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേരിയ മുന്നേറ്റം. 15 സീറ്റുകളിൽ LDF-ഉം 13 സീറ്റുകളിൽ UDF-ഉം മറ്റുള്ളവർ 3 വിജയിച്ചു. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ കാസർഗോഡ് ജില്ലയിലെ 2 വാർഡുകളിൽ നേരത്തെ എതിരാളികളില്ലാത്തതിനാൽ LDF വിജയിച്ചിരുന്നു. ബാക്കി 28 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. പാതിവില തട്ടിപ്പ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കും. തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. പെരിന്തൽമണ്ണ പോലീസാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പ്രതിയാക്കി കേസെടുത്തത്. ഇതിനെതിരെ ഒരു കൂട്ടം അഭിഭാഷകരാണ് പോലീസ് നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതെന്ന് അഭിഭാഷകർ ഹർജിയിൽ ആരോപിച്ചിരുന്നു. റൈസ് മില്ലിലെ മെഷീനിൽ കുടുങ്ങി യുവതിയുടെ കയ്യേറ്റു. അതീവ ഗുരുതരം. ചങ്ങരംകുളം വലിയ കുളത്താണ് സംഭവം. കക്കിടിപ്പുറം സ്വദേശി പുഷ്പയുടെ വലത് കൈയാണ് അറ്റത്. ഇന്ന് രാവിലെ 10:30-ഓടെയാണ് സംഭവം. കഴിഞ്ഞ 2 വർഷമായി മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു പുഷ്പ. കൊപ്ര ആട്ടുന്നതിനിടയിൽ മെഷീനിൽ കൈ കുടുങ്ങി അറ്റുപോവുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. കൈ പൂർണ്ണമായും അറ്റ നിലയിലായിരുന്നു. പുഷ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ഹരിതകർമ്മസേന വാഹനത്തിൽ മാലിന്യം കയറ്റുന്നതിനിടെ അപകടം. ചികിത്സയിലിരിക്കെ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞു മരിച്ചു. ഹരിതകർമ്മസേനയുടെ ട്രാക്ടറിൽ നിന്ന് വീണ ചാക്കിൽ തട്ടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയുടെ കുഞ്ഞു മരിച്ചു. മുട്ടിക്കുളങ്ങര സ്വദേശിനി അജീനയുടെ ഇരട്ട കുട്ടികളിൽ ആൺകുഞ്ഞാണ് മരിച്ചത്. 7 മാസം ഗർഭിണിയായിരിക്കെയായിരുന്നു അജീനയ്ക്ക് അപകടം സംഭവിച്ചത്. ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. അജീനയും ഭർത്താവും ഇരുചക്ര വാഹനത്തിൽ പോകവെയാണ് അപകടമുണ്ടായത്. അപകടം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 19-നായിരുന്നു മുട്ടിക്കുളങ്ങരയിൽ വെച്ച് അപകടം നടന്നത്. അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്തത് ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യം കയറ്റുന്നതിനിടെ ചാക്ക് റോഡിലേക്ക് വീഴുകയായിരുന്നു. കണ്ണൂർ നഗരത്തിൽ വഴിതടഞ്ഞ CPM സമരം. കാർഗിൽ യോഗശാല റോഡിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധമാണ് നട റോഡിൽ കസേരയിട്ടും പന്തൽ കെട്ടിയും സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായ പ്രതിഷേധത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഗതാഗത തടസ്സമുണ്ടാക്കി റോഡിൽ കസേരയിട്ട് സമരം നടത്തിയതിനെതിരെ കേസെടുക്കുമെന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു. പോലീസിന്റെ നോട്ടീസ് കിട്ടിയെന്നും അത് മടക്കി പോക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി MB ജയരാജന്റെ പ്രതികരണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരമെന്നും കേന്ദ്ര സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ സമരത്തിന്റെ ആവശ്യമില്ലെന്നും ജയരാജൻ പറഞ്ഞു.